പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സങ്കട സമയത്തും നമ്മൾ സന്തോഷത്തോടെയാണ് ഈ സഹനകാലങ്ങളെ തരണം ചെയ്യുന്നത് എന്ന് നമ്മൾ ദൈവത്തിന് മനസ്സിലായാൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. സങ്കടകാലത്ത് നമ്മൾ സന്തോഷത്തോടെയാണ് സഹനകാലങ്ങളെ തരണം ചെയ്യുന്നതെന്ന് ദൈവത്തിന് മനസ്സിലായാൽ കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യമായിരിക്കും. കാര്യം എന്താണ്? പ്രത്യാശയുള്ള ഒരു വിശ്വാസിയുടെ സാക്ഷ്യം. നമ്മളിതിനെ അതിജീവിക്കുമെന്നുള്ളതിൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളിതിനെ അതിജീവിക്കും എന്ന് ഒരു വിശ്വാസ ജീവിതത്തിന് സാക്ഷ്യം നൽകാൻ കിട്ടുന്ന ഒരു സമയമാണ് സങ്കടകാലം. അതുകൊണ്ട് സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോസസ് ഇതുപോലെയുള്ള പ്രത്യേക പ്രതിസന്ധി കാലം വരുമ്പോൾ നിസ്സഹായമായി പോകുന്നു താൻ എന്ന് മോസസിന് തോന്നിയാൽ, എൻ്റെ മക്കളെ, ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒരു മിനിമം പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നലെയൊക്കെ നിങ്ങളോട് എന്താ സംസാരിച്ചത്? പരമാവധി വിശുദ്ധിയോടെ ജീവിക്കുക, പറ്റുമെങ്കിൽ പറ്റുന്ന രീതിയിൽ സംസാരിച്ച് വിശുദ്ധിക്ക് കീപ്പ് ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ എന്താണ് ഞാൻ മീൻ ചെയ്യണമെന്നറിയാവോ? ഈ മിനിമം പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യണത്. അത് ഈ പരിശുദ്ധാത്മാവ് ഒരു നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശരാശരി അഭിഷേകമെങ്കിലും നിലനിന്നാൽ നമുക്ക് ഓരോ സമയത്തും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും ബേസിക്കായിട്ട് അതാണല്ലോ. വിഷമസന്ധി അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്നത് എപ്പോഴും പ്രാർത്ഥനയിലൂടെയാണ്. ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ദുർഘട സന്ധി വന്നിട്ട് വി ഡോണ്ട് നോ ഈവൻ ഹൗ ടു പ്രേ, വട്ട് ടു സേ. വിശു തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടില്ലേ, അപ്പാ ഞാൻ എന്ത് പറയണ്ടു, ബട്ട് ഐ ഷുഡ് പ്രേ. എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ചില സമയത്തുള്ള നമ്മളുടെ ഒരു പ്രത്യേക ദുർഘട സന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കീപ് മിനിമം സ്പിരിറ്റ്. എന്താണ് അങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കീപ് മിനിമം സ്പിരിറ്റ്, മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുക. ഞാൻ എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കണവരല്ലേ. ഇപ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഒരേ ഫീലിംഗ് ഉണ്ടാകത്തില്ലല്ലോ. വീട്ടിൽ ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും. ഇപ്പോൾ തത്സമയ ജപമാലയിൽ ഞങ്ങൾ കാണുന്ന മുഖങ്ങളെല്ലാം പീഡിത മുഖങ്ങളാണ്. ഞാൻ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാതെ എന്നെ കണ്ടുകൊണ്ടില്ല. തത്സമയ ജപമാലയിലെ വിഷ്വൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും മുഖം പീഡിത മുഖങ്ങളാണ്.
വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, വേദന വേട്ടയാടപ്പെടുന്ന മുഖങ്ങൾ, രോഗാതുരമായ മുഖങ്ങൾ, കുഞ്ഞുങ്ങളുടെ ക്ഷീണം കാരണം മരുന്ന് പിടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അമ്മയുടെ വേവലാതികൾ, ജോലി നഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഇനി തിരിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊരു നേഴ്സ് പറയായിരുന്നു, വെച്ചാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇപ്പം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടില്ല, എനിക്ക് ജോലി കിട്ടും, ആ എക്സാം ക്വാളിഫൈഡായ ജോലി കിട്ടും, പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതാണ് പീഡിത മുഖം എന്ന് പറയണത്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വേവലാതി പൂണ്ട മനസ്സിൽ ഒരു പക്ഷേ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഈവൻ ഇഫ് സോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണെങ്കിലും കീപ് ദ മിനിമം സ്പിരിറ്റ് എന്ന് പറയണത് ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം നമുക്കൊരു കോൺഫിഡൻസ് തരത്തില്ല. അവിടെ വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, വാടക താമസിക്കുന്നതാണ് നീ, നിന്നോട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് ഉയർന്ന വാടകയ്ക്ക് വീട് കൊടുക്കാനുണ്ട്, അല്ലാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മളോർക്കും നമ്മളെവിടെ പോകാനാണ്, ഇനിയും ഉയർന്ന വാടകയ്ക്ക് പോയാൽ അത് മീറ്റ് ചെയ്യാനുള്ള വരുമാനം നമുക്ക് കിട്ടുമോ? ഇങ്ങനെ പല വിഷയങ്ങൾ കൊണ്ട് പീഡിത മുഖങ്ങളായി മാറും നമ്മൾ. ഈ പീഡിത മുഖങ്ങളുടെ മുമ്പിൽ എന്താ അവസ്ഥ ഉള്ളത്? എന്നിട്ട് അതുകൊണ്ടാണ് അച്ഛൻ പറയണത് കീപ് ദ ഈവൻ ഇഫ് സോ, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു മിനിമം സ്പിരിറ്റ് കീപ്പ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ലെവലിൽ ഹൗ ക്യാൻ വി കീപ്പ് എ മിനിമം സ്പിരിറ്റ് വിത്ത് ഫെയ്ത്ത്? നമുക്ക് ഒരു വിശ്വാസത്തിലാണ്, അവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്. കാര്യം നമ്മുടെ ലൈഫ്, നമ്മളുടെ ഭൗതിക സാഹചര്യം വളരെ പ്രതികൂലവും പ്രതിലോമവുമായി മാറുന്നു. എന്നിട്ടും ബൈ ഫെയ്ത്ത് അവിടെ ഇപ്പം മോസസ് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ഒറ്റമൂലി മോസസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇവരെല്ലാം ഫോളോ ചെയ്യപ്പോഴേ ജനങ്ങളുടെ ഉത്തരവാദിത്വം നെഞ്ചിലേറ്റിയിട്ട് ജനങ്ങൾക്ക് മുമ്പേ നടക്കുമ്പോൾ, മുമ്പിൽ ഇരുട്ട് വീഴുമ്പോൾ, മുമ്പിൽ കടൽ വഴിമുടക്കി തിരഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, മോസസ് മുമ്പിൽ മരുഭൂമി തിളച്ച് മറിയുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ മോസസ് എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാൻ പാടില്ല നിൽക്കുന്ന സമയത്ത് ഒരു മിനിമം സ്പിരിറ്റ് വിശ്വാസം ഉണ്ടായിരുന്നു മോസസിന്. ഈ മിനിമം സ്പിരിറ്റ് നമ്മളെ സഹായിക്കണത് ഇങ്ങനെ മുമ്പിൽ കടൽ വരും, ചിലപ്പോൾ മുമ്പിൽ മരുഭൂമി വരും, അപ്പോഴൊക്കെ മോസസ് കീപ്പ് ചെയ്യുന്ന ഒരു മിനിമം സ്പിരിറ്റ് ഉണ്ട്. അത് ബൈ ഫെയ്ത്താണ്, ബൈ ഹോപ്പ് ആണ്, ബൈ ചാരിറ്റിയാണ്. ഈ തിയോളജിക്കൽ വെർച്യൂസൊക്കെ വർക്ക് ചെയ്യണത് അവിടെയാണ്. തിയോളജിക്കൽ വെർച്യൂസ്, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി ഇല്ലേ, അത് എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യണത്? മരുഭൂമിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ചെങ്കടലിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ജെറിക്കോ കോട്ടയുടെ മുമ്പിൽ അഭിമുഖമായി നമ്മളെ അഭിമുഖീകരിക്കുന്ന കടൽ അഭിമുഖീകരിക്കുന്ന നമ്മളെ ജീവിത സങ്കടങ്ങളുടെ കടൽ, നമ്മളെ അഭിമുഖീകരിക്കുന്ന മരുഭൂമി അനുഭവിക്കുന്ന നമ്മളെ, ഒരു തണലുമില്ലാത്ത അവസ്ഥ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. നമ്മളെ ആക്രമിക്കുന്നവരുണ്ട്, അതാണ് നമ്മൾ ജെറിക്കോ കോട്ട എന്ന് പറയണത്. അയൽവാസികൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കും, ഇല്ലേ, വഴി തരാതെ ആക്രമിക്കും, നമ്മളെ തോന്നിവാസം നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിടിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ ആക്രമിക്കും. അപ്പോൾ നമ്മൾ മോസസ് അനുഭവിച്ച അതേ അവസ്ഥയിലാണ് നമ്മളും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാലാവസ്ഥ വരുമ്പോൾ ഡേവിഡ് എന്താ ചെയ്തത്? വാട്ട് മോസസ് ഡിഡ്, മോസസ് എന്താ, അതിനാണ് നമ്മൾ വേദ പുസ്തകം നോക്കണത്. അപ്പോൾ മോസസ് ഉടനെ പറഞ്ഞു, അപ്പാ പിതാവേ, എനിക്ക് അവസാനമായിട്ടൊന്നേ പറയാനുള്ളൂ, റിമെമ്പർ അസ്, ഞങ്ങളെ ഓർക്കണം. വിത്ത് വാട്ട് ഗ്രൗണ്ട്, എന്ത് ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഓർക്കേണ്ടത്?
ഇറ്റ്സ് യുവർ ഓൺ പീപ്പിൾ. അതാണ്, അതായത് അവസാനത്തെ ഒരു തുറുപ്പാണിട്ട് വെട്ടണത്. എന്താണ്? ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. വണ്ടർഫുൾ. അതാണ് മോസസ് പറയണത്. ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ യോഗ്യത എന്താണ്? ഈ ജനം, അതാണ് പുറപ്പാട് 33:13 33:13. ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. അതൊരു മഹത്തായ പ്രേയറാണ് ശരിക്കും. ഞാനും നീയും സങ്കടങ്ങളുടെ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ, ഞാനും നീയും നിരാകരണത്തിൻ്റെ, ആരും നിസ്സഹായതയുടെ, ആരും സഹായിക്കാനില്ലാത്ത മരുഭൂമി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട, നിനക്ക് മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ദിസ് ഈസ് ദ റെലവൻസ് ഓഫ് ദി മിനിമം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കും മോശേ, ഇങ്ങനെ പ്രാർത്ഥിക്കും മോസസ്. ഈ ജനം, ദൈവത്തിൻ്റെ ഹൃദയം ഇളക്കണത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണത്. ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന്. ഇപ്പം ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിൽ വരുമ്പോൾ നമുക്കും തോന്നണം, കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തം മകനാണെന്ന് നീ ഓർക്കണമേ. കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തം മകളാണെന്ന് നീ ഓർക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, സങ്കടങ്ങളുടെ മരുഭൂമിയും നിസ്സഹായതയുടെ മരുഭൂമിയും സങ്കടങ്ങളുടെ കടലിൻ്റെയും അഭിമുഖമായി നിൽക്കുമ്പോഴേ ഞാൻ പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദിവ്യകാരുണ്യമേ, മോശയെ പോലെ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയുടെ സ്വന്തം മകനാണെന്ന് ഓർക്കണമേ. അങ്ങയുടെ സ്വന്തം മകളാണെന്ന് ഓർക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പക്ഷേ മോസസ് ആ പറഞ്ഞ വാക്കില്ലേ, അത് ദൈവത്തിൻ്റെ ചങ്കിൽ കൊണ്ട്. അതാണ് ഈ മർമ്മം അറിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയണത്. ഈ മർമ്മം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. മോസസ് എന്താ പറഞ്ഞത്? ഈ നിസ്സഹായ അവസ്ഥയിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ അങ്ങയുടെ സ്വന്തം മകനാണ് ഓർക്കണമേ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. അതും സൂപ്പർ പ്രെയറായിപ്പോയി. പ്രെയർ എപ്പോഴും ഇങ്ങനെ വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കണം. ദൈവത്തിൻ്റെ ചങ്കിൽ കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്കാണ് ഇൻറ്റിമേറ്റ് പ്രെയർ എന്ന് പറയുന്നത്. ഇൻറ്റിമേറ്റ് പ്രെയർ. അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. ഇൻറ്റിമീഡിയറ്റ്ലി ആണ്, പെട്ടെന്നാണ് അതിന് മറുപടി ഉണ്ടായത്. ഐ വിൽ കം വിത്ത് യു. ദൈവം അത് കേട്ടിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ, അതെ എൻ്റെ ജനമാണ് നീ, എൻ്റെ സ്വന്തം ജനമാണ് നീ, നിങ്ങൾ. അതുകൊണ്ട് എന്തു ചെയ്യും? ഞാൻ നിന്നെ വിട്ടുപിരിയത്തില്ല. ഐ വിൽ കം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വരും. അതാണ് പുറപ്പാട് 33:14 പറയണത്. നീ എൻ്റെ സ്വന്തം ജനമാണ്, ഞാൻ നിൻ്റെ കൂടെ വരും.
ഈ ദൈവം കൂടെ ഇപ്പോൾ മാതാവിനെ ബെഡ്റൂമിൽ കണ്ടു, മാതാവിനെ കോവിഡ് വാർഡിൽ കണ്ടു എന്നൊക്കെ പറയണില്ലേ? എന്താ പറയണത്? കൂടെ വരണതാണ് ശരിക്കും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? മോസസിൻ്റെ പ്രാർത്ഥനയാണ്, ഈ ജനം ഞാൻ നിൻ്റെ സ്വന്തം മകളാണെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് പുറപ്പാട് 33:14, ഞാൻ നിൻ്റെ കൂടെ വരും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാത്രിയേ, ദൈവമാതാവേ എന്നെന്നും രോഗപീഡകളിലെന്നും ആശ്വാസ താരകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഈ മനുഷ്യാവതാരം തന്നെ സംഭവിക്കുന്നത് ദൈവം മനുഷ്യനായി ഈശോയായി നമ്മുടെ കൂടെ വരുന്നതിൻ്റെ ബേസ്മെൻ്റ് ഉടമ്പടിയാണ്. ഉടമ്പടി പ്രകാരമാണ് ദൈവ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. എന്താ കാര്യം? ഉടമ്പടി പ്രകാരമാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറണത്. പരിശുദ്ധ കുർബാനയും ഉടമ്പടി തന്നെയാണ്. ഉടമ്പടി മാറിയിട്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിൻ്റെ ഓരോ മൂമെൻറ്റ്സും, നമ്മുടെ ഓരോ ക്ലെയിമും, നമ്മുടെ അവകാശവാദങ്ങളെല്ലാം ബേസ്ഡ് അപ്പോൺ ദി കവനന്റ് ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമാണ്. അതുകൊണ്ടാണ് അവൻ തൻ്റെ സ്വന്തപ്പെട്ട അടുത്തേക്ക് വന്നു എന്ന് പറയണത്. എന്താ? സ്വന്തപ്പെട്ടവരെ അറിഞ്ഞില്ല, അത് വേറെ വിഷയം. ആ ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ദൈവം മനുഷ്യാവതാരം സംഭവിക്കുന്നത്. അതാണ് യോഹന്നാൻ 1:11, അവൻ തൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുക്കേക്ക് വന്നു. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. തൻ്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ, നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടിയതാ. ഈയൾത്താരെ ഈ തിരുവോസ്തി നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ദിവ്യകാരുണ്യം പോലും ഉടമ്പടി പ്രകാരമുള്ള അടിസ്ഥാനത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സാഫല്യമാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
അവൻ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു ഉടമ്പടി പ്രകാരം, വാഗ്ദാന പ്രകാരം. പക്ഷേ സ്വന്തം ജനം എന്തു പറ്റി? അവനെ സ്വീകരിച്ചില്ല. സ്വന്തം ജനം ഉടമ്പടി മറന്നുപോയി. അതാണ് സംഭവം. സ്വന്തം ജനത്തിന് ഇടക്കിടക്കുള്ളൊരു കുഴപ്പമാണ്, ലോകത്തെ കാണുമ്പോൾ ദൈവത്തെ മറക്കും. അങ്ങനെ സ്വന്തം ജനം ഇടക്കിടക്ക് ഉടമ്പടി മറന്നുപോകും. ഇങ്ങനെ ഉടമ്പടി മറക്കുന്ന ജനത്തിനെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, അതുപോലെ തന്നെ പ്രവാചകന്മാർ. അതിലൂടെ ദൈവം അതാത് രക്ഷാകര ചരിത്രത്തിൽ ഇങ്ങനെ ഉടമ്പടി അനുസ്മരിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണ് ദൈവത്തിനെ അനുസ്മരിപ്പിക്കണേ? എന്തിനാണ്? സ്വന്തം മകനെ വരുമ്പോൾ അവനെ ഓർക്കാൻ വേണ്ടിയാണ്. ഉടമ്പടി ഓർത്തുകൊണ്ടിരിക്കണ ദൈവം ആ ഉടമ്പടി ഓർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കണത്. ആ സമയത്ത് ജാഗ്രത വേണം. ഇങ്ങനെ ജാഗ്രതയാണ് നമ്മൾക്ക് ജാഗ്രതയുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ ദൈവത്തിൻ്റെ വചനം തന്നെ ജാഗ്രതയുടെ ഭാഗമാണ്. നമുക്ക് ജാഗ്രത ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നിനക്ക് ജാഗ്രത ഉണ്ടാകുന്നു. വചനം കേൾക്കുമ്പോൾ നിനക്ക് ജാഗ്രതയുണ്ടാകുന്നു. വചനം നിവൃത്തിയാക്കുമ്പോൾ നിനക്ക് ജാഗ്രതയുണ്ടാകുന്നു. എന്തിനെക്കുറിച്ചുള്ള ജാഗ്രത? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ വചനത്തിനെ കുറിച്ചുള്ള ജാഗ്രത, വാഗ്ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത, വാക്കിനുള്ളിലെ ദാനത്തെക്കുറിച്ചുള്ള ജാഗ്രത. വാക്കിനുള്ള ദാനം എന്താണ്? ജീസസ്. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഓരോ വാക്കിനുള്ളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ദാനം എന്താണ്? ജീസസാണ്. യേശുവാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിലെ ദാനം എന്താണ്? ജീസസ്. അതുകൊണ്ട് വചനം എന്താണ് നമുക്ക് നൽകണത്? ജീസസിനെയാണ് നൽകണത്, യേശുവിനെയാണ് നൽകണത്. അതുകൊണ്ടാണ് വചനം പറയണത്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരെ വചനം വായിച്ച്, വചനം കേട്ട്, വചനം ധ്യാനിച്ച്, വചനം നടപ്പിൽ വരുത്തി, വചനം പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവർ എന്തു ചെയ്യും? മണവാളൻ വരുമ്പോൾ തിരിച്ചറിയും, യേശുവിനെ തിരിച്ചറിയും, യേശുവാകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ തിരിച്ചറിയും. തിരിച്ചറിയുന്നവരെന്ത് ചെയ്യും? അവനെ സ്വീകരിക്കും. അവനെ സ്വീകരിച്ചവർക്ക് എന്ത് സംഭവിക്കും? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകും. ശ്രുതികട്ടെ, ശ്രുതികട്ടെ ഹല്ലേലൂയ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, യോഹന്നാൻ 1:12, അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിൻ നാഥനായി ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഭക്തിനായി ഭൂമി പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനേകുന്നു ദൈവം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുവിധം ഭൂമിയിൽ ഇന്നും നിറവേറിടേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ,
അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഗുരുതരമായ തീവ്രമായ ചില വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ ദ സ്പിരിറ്റ്. ആത്മാവിനെ ഓർക്കുക, കൈനെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ആത്മാവേ, ദൈവത്തിന്റെ തിരുമനസ്സുകള് വെളിപ്പെട്ട് കിട്ടുന്ന നിത്യവചനങ്ങള് പ്രഘോഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങളിലെ ആ വചനത്തെ വേണ്ട വിധം ഗ്രഹിക്കുന്നതിന് എന്റെ ഹൃദയത്തെ, അധരത്തെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വകാര പേടകമേ. ലോകജനതകൾക്കെന്നും ശാന്തിയേയും രാജ്ഞിയേ. ിലെന്നും ആശ്വാസ താരകമേ. ഒരുപാട് അമ്മയോട് എപ്പോഴും നമ്മൾ വളരെ കൊതിയോടും സ്നേഹത്തോടും വാത്സല്യത്തോടും പ്രണയത്തോടും ആണ് അമ്മയെ നമ്മൾ കേൾക്കുന്നതും പറയണതും. എന്താണെന്നറിയാവോ? അമ്മയാണ് വചനത്തിൻ്റെ അമ്മ. വചനം സ്വീകരിക്കുന്നതും വചനം ഉൾക്കൊള്ളുന്നതും വചനം നിറവേറ്റാൻ വേണ്ടി സന്ധിയില്ലാതെ അവസാനം വരെ ജാഗ്രത പുലർത്തി കുരിശിൻ്റെ ചുവട്ട് വരെ നിന്നുകൊണ്ട് ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയും. അവസാനം ആദ്യവും അമ്മയും ആദ്യവും അവസാനവും അമ്മ പറയണ ഇതാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം, നിൻ്റെ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ കർത്താവിന്റെ ദാസി എന്ന് ഓരോ ജീവിത അവസ്ഥകളിലും സംഭവങ്ങളിലും ആ സംഭവങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മയെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ പാടുക, പാടി പ്രാർത്ഥിക്കട്ടെ, ആത്മാവ് നിറയട്ടെ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ലോകത്തിനമ്മ, ദൈവം തന്നോരമ്മ. യേശുവിന്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ലോകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. See what we have gained. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല, അവനെ സ്വീകരിച്ചവർക്കെല്ലാം what they gained? ദൈവ മക്കളാകാനുള്ള കഴിവ്, കപ്പാസിറ്റി, ദൈവ മക്കളാകാനുള്ള കഴിവ്. അതാണ് യോഹന്നാൻ 1:12. അവരെ സ്വീകരിച്ചവർക്കെല്ലാം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ എന്നാ നമുക്ക് കിട്ടുന്നത്? ദൈവ മക്കളാകാനുള്ള കഴിവാണ് കിട്ടുന്നത്. നമ്മുടെ ഈ ജ്ഞാനസ്ഥാനമൊക്കെ ഇല്ലേ, ഇനിസിയേഷനൊക്കെ ഇല്ലേ, എനിക്ക് പലപ്പോഴും തോന്നുന്നത് എല്ലാം ജ്ഞാനസ്ഥാനമാണെന്നാണ് തോന്നുന്നത്. അഥവാ എക്സ്റ്റൻഷൻ ഓഫ് അവർ ബാപ്റ്റിസം.
സകലത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഈശോ എന്നാ പറഞ്ഞത്? എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് എന്ന് പറഞ്ഞേ. എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. ഓരോ പ്രയാസം വരുമ്പോഴേ നിങ്ങൾ പറയണം എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. ഈ ലൂക്ക 12:50. ഓരോ പ്രയാസം വരത്തില്ലേ? ഇപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ മോശം റിപ്പോർട്ടായിരിക്കും വരണത്. യു മസ്റ്റ് സേ മൈ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നിങ്ങൾ പറയണം അപ്പോഴെന്താണ്? നിനക്ക് ഇപ്പോൾ തൈറോയ്ഡ് കൂടാൻ പോണു, അല്ലെങ്കിൽ നിനക്ക് ഷുഗർ കൂടാൻ പോണു, നിനക്ക് എന്നാ ക്രിയാറ്റിൻ കൂടാൻ പോണു. അപ്പം നീ പറയണം, അത് റിസൾട്ട് മോശമാണെങ്കിൽ ഉടനെ നീ പറയണം എന്താണ്? എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്. വണ്ടർഫുൾ. അതാണ് ലൂക്ക 12:50. അത് പൂർത്തിയാകണം. ചില സഹനങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതാണ്. ചില സഹനങ്ങൾ പൂർത്തിയാകണം. സഹനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അത് ഇടക്കും തലക്കും വെച്ച് നിന്ന് പോകരുത്. ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. അഡിയറൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറേണ്ടതേ. ദൈവവചനം എന്തിനുള്ളതാണെന്നാണ് അമ്മ പറഞ്ഞത്? അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞത്, പരിശുദ്ധാത്മ എലിസബത്തിലൂടെ പറഞ്ഞത്. മേരി, കർത്താവ് നിന്നോട് അളിച്ചത് കാര്യങ്ങൾ ലൂക്ക 1:45 എന്താണ്? നിറവേറേണ്ടതാണെന്ന്. യു ഹാവ് ബിലീവ്ഡ് ഇറ്റ്. നീ അത് വിശ്വസിച്ചു എന്നാ പറഞ്ഞത്. ദാറ്റ് ഈസ് ബ്ലെസ്ഡ്. അതാണ് നിന്നെ ഭാഗ്യവതി എന്ന് പറയണത്. വചനങ്ങൾ നിറവേറാനുള്ളതാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മാമോദിസായുടെ പിന്തുടർച്ചയായി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സഹനങ്ങള് പൂർത്തിയാക്കുവാനുള്ള കൃപ നൽകണമേ. ആ കൃപ നൽകാനുള്ള അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൽ തരണമേ, പുതിയൊരു അഭിഷേകം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രൂപിയെ തരണമേ, പരിശുദ്ധ രൂപിയെ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമേ 13:8 അതിമനോഹരമായൊരു വചനമുണ്ട്. യോഹന്നാൻ 13:8. കഴുകുമ്പോഴൊക്കെ ഓർക്കണം, ജ്ഞാനസ്ഥാനം ഇങ്ങനെ പിന്തുടർച്ചയാണ്, തുറന്നുകൊണ്ടേയിരിക്കും. എന്തിനാണ് ഇങ്ങനെ കഴുകണത്? ഇടയ്ക്കിടയ്ക്ക് കഴുകണത് എങ്ങനെ? ഓരോരോ സങ്കടം വരത്തില്ല, അത് കഴുകലാണ് കർത്താവിൻ്റെ. നമുക്കുണ്ടാകുന്ന ഓരോ സഫറിങ് അല്ലേ അത്. വെൻ വി ടേക്ക് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ കർത്താവ് കഴുകണ പോലെ ഇരിക്കും. കർത്താവ് കഴുകിയാൽ എന്നാ സംഭവിക്കും? കർത്താവാണ്. ഇപ്പം നമുക്ക് സങ്കടം വന്നു അല്ലേ, മറ്റുള്ളവരുണ്ടാക്കണ, അപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അമ്മായിയപ്പനുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ മരുമകളുണ്ടാക്കട്ടെ, അതല്ല, അവരെല്ലാം ഏജൻറ്റുമാരാ. അവർക്ക് ഇതിനകത്ത് പങ്കില്ല. ഇവിടുന്ന് പങ്കുള്ള ആർക്കാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ. അതാണ് യോഹന്നാൻ 13:8. അപ്പോൾ കഴുകണത് കർത്താവാണെന്ന് വിചാരിച്ചാൽ വിഷയങ്ങൾ വളരെ എളുപ്പമാകും. എന്താണ്, എന്തിനാണ് കർത്താവ് കഴുകണത്? ജ്ഞാനസ്ഥാനം ഒരു പങ്കാണ്.
ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനുള്ള പങ്കാണ്? നിത്യത. നമ്മുടെ ഓരോ സഹനവും അത് വിൽ ഓഫ് ഗോഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിത്യതയിലാണ് പങ്ക് കിട്ടുന്നത്. നിത്യതയുമായിട്ടാണ് നമ്മൾ പങ്ക്. കർത്താവിനോട് പങ്കെന്ന് പറഞ്ഞാൽ എന്താണ്? 13:8 പറയണത് എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ കൂടെ പങ്കുണ്ടാകണം. എവിടെയാണ്? നിത്യതയാണ്. കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്നത് എന്താണ്? നിത്യതയാണ്. ഈ നിത്യത നേടാനുള്ള കഴിവ്, അതാണ് ദൈവപുത്ര സ്വീകാര്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ദൈവമക്കളാകണേ എങ്ങനെയാണ്? ജ്ഞാനസ്നാനത്തിലൂടെയാണ്, അല്ലേ? ജ്ഞാനസ്നാനം എന്ന കൂദാശ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയണത്? നമ്മളെ ക്രൈസ്തവരും ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ടെങ്കിൽ അതും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി മാറ്റുന്ന കൂദാശയാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ആരായിട്ട് മാറും? ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? അവകാശികളാണ്. എന്തിൽ അവകാശികളാണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവത്തില്ല. എന്താണ്? നിത്യതയിലുള്ള പങ്കാണ് ദൈവമക്കൾക്ക് കിട്ടണത്. ഈ നിത്യത ആർജിക്കാനുള്ളതാണ് കഴിവെന്ന് പറയണത്. അതാണ് ഈ യോഹന്നാൻ 12:1 പറയണത്. എന്താ പറയണത്? അതായത് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് വെച്ചാൽ അവനിലൂടെ സഹനങ്ങളെ സ്വീകരിച്ചവർക്കെല്ലാം. അതാണ്. വെറുതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശുവിനെ സ്വീകരിക്കുക. എല്ലാ വചനങ്ങളിലും യേശുവുണ്ട്. എല്ലാ വചനങ്ങളിലും സഹനത്തിൻ്റെ സാധ്യതകളുണ്ട്. അത് നിറവേറ്റുമ്പോൾ അങ്ങനെ ആ വചനങ്ങളിലുള്ള യേശുവിനെ, വചനത്തിലുള്ള സഹനത്തെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനുള്ള കഴിവ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവാണത്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ കഴിവ് എങ്ങനെയാണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, കഴിവ് നൽകപ്പെടുകയാണ്. അതാണ് 12:1, അതായത് 1:12 പറയണത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അതായത് ഓരോ വചനത്തിലുള്ള അവനുണ്ട്, എല്ലാ വചനത്തിലും അവനുണ്ട്, ക്രിസ്തു ഇരിപ്പുണ്ട്. ചിലപ്പോൾ ആ വചനം നിറവേറ്റാൻ ആവശ്യമായ സഹനത്തിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതാരാണ് തരണത്? ക്രിസ്തു തരുമെന്നാണ് പറയണത്. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ മക്കളെ, ഒരു വചനം നിവൃത്തിയാക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ അതിനൊരു കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ഒരു എബിലിറ്റി ഉണ്ട്. അത് നിവൃത്തിയാക്കാനുള്ള അത് തരേണ്ടത് ആരാണ്? ക്രിസ്തുവാണ്. അപ്പം നമ്മൾ മുട്ടി കർത്താവേ, ഈ വചനം പാലിക്കാൻ എനിക്ക് കഴിവ് നൽകണമേ. ഈ വചനം പാലിക്കാൻ അതാണ്, അത് നിന്നെ ദൈവമകളായി മാറ്റും, ദൈവമകനായി മാറ്റും. അത് നിത്യതയിൽ നിനക്ക് പങ്കു തരും. അതാണ് സംഭവം. അപ്പം അത് വിവേചിച്ച് മനസ്സിലാക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു കഴിവ് ഏതെങ്കിലും വചനം പാലിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പറ്റുക എന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗം വന്നു, യു മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അതൊരു കഴിവാണ്. അവനെ സ്വീകരിക്കണം. അവനെ സ്വീകരിക്കുക. അപ്പോൾ രോഗം ചിലപ്പോൾ ആ സഹനത്തിലൂടെ ആയിരിക്കും. ആ സഹനത്തെ സ്വീകരിക്കുക വഴി നമ്മൾ അവനെയാണ് സ്വീകരിക്കുന്നത്. ആരെ? ആ വചനത്തെയാണ് സ്വീകരിക്കുന്നത്. അത് എന്തിനു സ്വീകരിക്കുന്നവർക്കെല്ലാം എന്താ സംഭവിക്കുന്നത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ആ കഴിവ് എന്താണ് ശരിക്കും നമുക്ക് ലഭിക്കുന്നത്? ആ കഴിവിലൂടെ നിത്യതയാണ്. കാര്യം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കുണ്ടാകത്തില്ല എന്ന് പറയുന്ന 13:8 വചനം. ആ നിത്യതയിൽ നമുക്ക് പങ്ക് ലഭിക്കുകയാണ്.
പങ്ക് ലഭിക്കുക. അപ്പോഴേ അതായത് ചില വചനങ്ങൾ ഈസിയായിട്ട് നമുക്ക് നിവർത്തിയാക്കാൻ പറ്റാത്ത കഠിന വചനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലും കിട്ടത്തില്ല. ഉത്തരമെന്ന് പറയണത് എന്താണ്? അവിടുത്തെ ഉത്തരം എന്താണ്? നിത്യതയാണ് ഉത്തരം. അങ്ങനെ ഇപ്പം ഈശോ തന്നെ ഏറ്റവും നല്ല കഴിവുള്ളൊരു മകനാണ് ഈശോ. പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല കഴിവുള്ള മകനാരാണ്? ഈശോയാണ്. അതാണ് ഈശോ പറയുന്നത്, അപ്പാ അപ്പാ ആബാ ആബാ എന്നാണ് വിളിക്കണത്. അപ്പനെ ഈശോ വിളിക്കണത് ആബാ എന്ന് വെച്ചാൽ അറമായ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന പേരാണ് ആബാ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിളിക്കുക കിടക്കുക ആബാബാ എന്ന്, അല്ലേ? കുഞ്ഞുമില്ലേ ഈ കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളെ അപ്പ എന്നൊക്കെ തിരിച്ച് വിളിക്കത്തില്ലല്ലേ, ആബാ. അതാണ് ആബാ. പരമമായ ആശ്രയത്തിലേക്ക് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് ആബാ. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. എങ്കിലും അതാണ് പ്രശ്നം, അതാണ് കഴിവ്. അവിടെയാണ് കഴിവ് വരണത്. അവിടെയാണ് ഈ ദൈവമക്കളുള്ള കഴിവെന്ന് പറയുന്നത്. എന്താണ്? ആബാ പിതാവേ. ഈ അതാ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14:36 അല്ലേ? 14, 35, 36 മർക്കോസിൻ്റെ സുവിശേഷം. ആബാ പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. 14:36 മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. അതാണ് വിശ്വാസം. അപ്പോഴും ഏറ്റുപറയും, പ്രത്യാശ അപ്പോഴും ഏറ്റുപറയും, ദൈവസ്നേഹം അപ്പോഴും ഏറ്റുപറയും. സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ നമുക്ക് നിവൃത്തിയില്ലാത്ത കൊണ്ട് നമ്മൾ സ്വീകരിക്കണമല്ല പറയണത്. അത് ദൈവത്തിൽ വിശ്വാസം, ദൈവത്തിൽ നിന്ന് സഹനം സ്വീകരിക്കാൻ പോകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം യേശു ഏറ്റുപറയും. അതാണ് കംപ്ലീറ്റ് സൺ. ഈശോയാണ് സമ്പൂർണമായ ദൈവമകൻ. എന്താ പറയുക? അതാണ് കഴിവുള്ള ആൾ. എന്താണ്? ആബാ പിതാവേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. അത് മഹാമനോഹരമായൊരു വാക്യമാണ്. 14:34 വചനം മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. ആദ്യമേ അത് പറയും. ആദ്യം വിശ്വാസം ഏറ്റു പറയും, പ്രത്യാശ ഏറ്റു പറയും, ദൈവസ്നേഹം ഏറ്റു പറയും, ദൈവിക പുണ്യങ്ങളെല്ലാം ഏറ്റു പറയും. എന്നിട്ട് പറയും, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ഇത് കഴിയുമ്പോഴാണ് കഴിവ് പറയണത്. ദൈവമക്കളുടെ കഴിവ് പറയണത് എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് കഴിവ്. എന്നാൽ ദൈവ ഇഷ്ടം നിറവേറ്റാനുള്ള ഒരു വ്യക്തിയുടെ സമർപ്പണമാണ് ദൈവ മക്കൾക്കനുസരിച്ചുള്ള മർക്കോസിന് യോഹന്നാൻ 1:12 കഴിവ്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ മനസ്സ് സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ തിരുഹിതം സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന അതേ കഴിവിനാൽ, ദൈവഹിതത്തെ സ്വീകരിക്കാനുള്ള കഴിവിനാൽ, എൻ്റെ ഹിതത്തിന് എതിരെ ദൈവത്തിന് തിരുമനസ് സ്വീകരിക്കാനുള്ള കഴിവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ സാധ്യമേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് ഈശോ നിത്യതയിൽ നമുക്ക് പങ്ക് ലഭിക്കുന്ന പിതാവിൻ്റെ തിരുവിഷ്ടമില്ലേ, നമുക്ക് നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള ദൈവവചനം അല്ലേ?
അത് പിതാവിൻ്റെ തിരുമനസ്. അത് സ്വീകരിക്കുന്നതിന് ഈശോ എന്നാ പറയണത് അറിയാമോ? ഈശോ പറയണത്, ദൈവ തിരുമനസ്സിനെ ഈശോ വിളിക്കുന്ന പേര് ആഹാരമെന്നാണ്. ഇത് ഭയങ്കര രസമാണ് ശരിക്കും. ദൈവ തിരുമനസ്സിനെ ഈശോ വിളിക്കണ പേരെന്താണ്? ബ്രെഡ്. അപ്പം എന്നാ വിളിക്കണേ. അതുകൊണ്ടാണ് അപ്പവും കൊണ്ടുവന്ന് നിൽക്കത്തില്ലേ കുറേ ആൾക്കാർ. ഈശോ സമരക്കാരിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് ഉച്ചഭക്ഷണവും കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ, ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും അല്ലേ. അപ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്ത് വചനമാണ്! അതായത് നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പോഴേ പത്രോസ് വിചാരിക്കും, ഇപ്പോൾ യോഹന്നാൻ 4:32 നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പോഴേ പത്രോസ് ഈസിയായിട്ട് പറയും, ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത്, നമ്മൾ പോയ സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് കാണുമോ? പക്ഷേ ഈശോ 4:34 ആകുമ്പോൾ കറക്റ്റായിട്ട് പറയും ഈശോ എന്താ ഉദ്ദേശിച്ചത്. നമ്മളറിയാത്ത ഭക്ഷണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 4:34 ഒന്ന് ഏറ്റു പറഞ്ഞ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. അപ്പോഴേ ദൈവേഷ്ടം നിറവേറ്റുന്നതിനാണ് ഈശോ എന്താ പറയണത്? ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടം നിറവേറ്റണത് നമ്മുടെ സാധാരണ ആഹാരമാണ് ഇല്ലേ. അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ വസ്ത്രം, വീട്, ഭക്ഷണം, അത് നമ്മുടെ ഇഷ്ടമാണ്. അതിനോട് ബന്ധപ്പെട്ട എല്ലാം നമ്മുടെ സംതൃപ്തിക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് അതൊരു ആഹാരമാണ്, ഭൗതികമായ ആഹാരം. പക്ഷേ ഈശോ പറയണത് 2 തരം ആഹാരമുണ്ട്. പിതാവിൻ്റെ ഇഷ്ടം, ഇനി നമ്മുടെ ഇഷ്ടം നിറവേറ്റണത് ഭൗതികമായ ആഹാരം. ഇനി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണത് എന്താണ്? അതും ആഹാരമാണ്. അറിയാത്ത ആഹാരം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ എന്താ നമുക്ക് ലഭിക്കണത്? നമ്മുടെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നമുക്ക് അനുദിന ദിവസത്തിനുള്ള കഴിച്ചുകൂടലുള്ള നിലനിൽപ്പിൻ്റെ ശക്തി, ഭൗതിക ശക്തി ലഭിക്കും അല്ലേ. ഇനി പിതാവിന് ഇഷ്ടം നിറവേറ്റണതാ, അത് നിത്യതയാണ് ആഹാരം. അതാണ് എന്നോടുകൂടെ പങ്കെന്ന് ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാകത്തില്ല. അപ്പം അതിനെന്ത് ചെയ്യണം? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ. ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹായില്ലേ, യോഹന്നാൻ ശ്ലീഹയാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൈതന്യമുള്ള ആൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ എന്നാ പറഞ്ഞത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ. 1 യോഹന്നാൻ 2:17 പിതാവിൻ ഒന്ന് ഏറ്റു പറഞ്ഞ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ, എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ നമ്മുടെ ഇഷ്ടം നിറവേറ്റിയാൽ ഈ ലോക ജീവിതവും, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ നിത്യജീവിതം. ഇറ്റ്സ് ഓക്കെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും
നമ്മൾ ദിവ്യകുർബാനയല്ലേ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാര സംഗ്രഹമാണ് ദിവ്യകുർബാന. ദിവ്യകുർബാന കാണുമ്പോൾ, അപ്പം കാണുമ്പോൾ ഓർക്കണം, ഈ ഇഹലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പം വേണം, നിത്യതയിലും അപ്പം തന്നെയാണ്. ഇഹലോകത്ത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നിറവേറുമ്പോഴാണ് നമുക്ക് ഭൗതിക അപ്പം കിട്ടുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുമ്പോഴാണ് നിത്യത ലഭിക്കുന്നത്. എല്ലാം അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അതാണ് ഈ ആഹാരം ഒരു പ്രധാനപ്പെട്ട പ്രതീകമായി ഈശോ ഉപയോഗിക്കാൻ കാരണം. എല്ലാം അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോഴപ്പോൾ എൻ്റെ മക്കളെ എന്നെ മനസ്സിൽ ഇപ്പോൾ ജോലി, വീട്, വിവാഹം ഇതെല്ലാം ഭൗതികമായ അപ്പമാണ്. ഇതെല്ലാം കൃത്യസമയത്ത് നടക്കാതിരിക്കണത് എന്താണ്? എന്നിട്ട് നമ്മൾ ദൈവത്തിന് മനസ്സായിട്ട് എടുക്കണത് എന്താണ്? അത് നിത്യതയുടെ ആഹാരമായിട്ട് മാറും. ഇതിന് നമ്മൾ അധ്വാനിക്കണമെന്നാണ് പറയണത്. നിത്യതയുടെ ആഹാരം നമ്മൾ അതും അധ്വാനിക്കേണ്ടതാണ്. നമ്മളെ ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ. അവിടെ വാക്ക് ഭയങ്കര രൂക്ഷമായിട്ടാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്ന് വെച്ചാൽ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ എന്ന് പറയുമ്പോൾ നമ്മൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കേ അരുതെന്നല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും? നമുക്ക് കണ്ണില്ലേ, മൂക്കില്ലേ, നമുക്ക് ഉടുപ്പ് വേണ്ടേ? പച്ചനാണെങ്കിലും ലോഹ വേണം അല്ലേ? അപ്പം നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ എന്നുള്ള ഒരു യുക്തിയാണ് അവിടെ ഉള്ളത്. കാര്യം ഈ കക്ഷികളോട് ഈശോ അഡ്രസ്സ് ചെയ്യണം ആരാണെന്നറിയാവോ? തലേ ദിവസം വൈകുന്നേരം ഈശോ അപ്പം വർദ്ധിപ്പിച്ചായിരുന്നു. അതാണ് പ്രശ്നം. തലേ ദിവസം ഈശോ വൈകുന്നേരം അപ്പം വർദ്ധിപ്പിച്ചായിരുന്നു. ആ ഓർമ്മയ്ക്ക് പിന്നെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് വട്ടിയും കൊട്ടയും എടുത്ത് വന്ന ആൾക്കാരോടാണ് ഈശോ സംസാരിക്കണത്, രണ്ടാമത് സംസാരിക്കണത്, അവരിനെ അഡ്രസ്സ് ചെയ്യണത്. അതാണ് ഈശോ പറഞ്ഞത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ. കാര്യം അവർക്ക് നശ്വരമായ അപ്പം അധ്വാനിക്കാതെ കിട്ടിയതാണ്, അപ്പം വർദ്ധിപ്പിച്ചപ്പോഴേ. അതുകൊണ്ടാണ് 6:27 അവരെ വീണ്ടും അപ്പൻ കൈ നനയാതെ മീൻ പിടിക്കാൻ വന്നപ്പോഴേ ആണ് ഈശോ സംസാരിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നിട്ട് ഈശോ പറയും, അത് ആര് തരുമെന്ന് പറയും. അതാണ് യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനം. അപ്പം മാത്രമെന്ന് ഞാൻ ചേർത്തതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ ഉദ്ദേശിക്കുന്നത് അതാണ്. കാര്യം കഴിഞ്ഞ ദിവസം രാത്രി വൈകുന്നേരം അപ്പം വർദ്ധിപ്പിച്ചതാണ്. അവർ തന്നെയാണ് പിന്നെ ഈശോനെ തിരക്കി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരോടാണ് ഈശോ പറയണത്, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇന്നലെ നശ്വരമായ അപ്പം കിട്ടിയതാണ്, അധ്വാനിക്കാതെ കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഇനി അധ്വാനിക്കേണ്ടത് എന്തിനാണ്? അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പം നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നിട്ട് ഈശോ പറയും 6:68 അത് 6:28 എന്താണ്? അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകും. പക്ഷേ ഈശോയുടെ ഈ ഓഡിയൻസ് ഇല്ലേ, ഭയങ്കര പ്രബുദ്ധമായ ഓഡിയൻസാണ്. ഓഡിയൻസ് എങ്ങനെയാണ് പ്രബുദ്ധമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ വചനം പറയുമ്പോഴേ അതിൻ്റെ കൂടെ പ്രാർത്ഥനയെ ഉള്ളത് കാരണം ഇവർക്ക് അഭിഷേകം കിട്ടിയിട്ട് ഇവർക്ക് ഈശോ എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഉടനെ മനസ്സിലാകും. അത് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായ എന്താണ്? ദൈവവചനം കേൾക്കാനുള്ള, ഗ്രഹിക്കാനുള്ള കൃപ കൊടുത്തുകൊണ്ടാണ് വചനം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞത്, വചനം വായിക്കുന്ന മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. എന്താണ്? വചനം ഗ്രഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഉടനെ ജനം ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടില്ലേ വചനം പോണ ബുക്ക് കണ്ടില്ലേ? അതായത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ദൈവം ഉടനെ ജനം ചോദിച്ചു, നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി, നിത്യജീവൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. ആ നിത്യജീവൻ ആര് നിങ്ങൾക്ക് നൽകും? മനുഷ്യപുത്രൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറയും. ഈശോ നൽകുമെന്ന്. അപ്പോൾ ഈശോനെ കിട്ടാൻ എന്താ മാർഗം? ഉടനെ ജനത്തിന് മനസ്സിലായി. അഭിഷേക വിധിപ്രകാരം മനസ്സിലായിട്ട് ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം?
ദൈവഹിതമനുസരിച്ച്. അപ്പോഴ് ജനങ്ങൾക്ക് മനസ്സിലായി, ദൈവഹിതമനുസരിച്ച് നമ്മുടെ ഹിതം നിറവേറാതെ വരുമ്പോൾ നിറവേറണത് ദൈവഹിതമായിരിക്കും. ആ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 6:29, 6:30 ഉടനെ യോഹന്നാൻ്റെ സുവിശേഷം, ഉടനെ ഈശോ പറയും അയച്ചവന് വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കാൻ പറയും, ഈശോയിൽ വിശ്വസിക്കുക. അതായത് നമുക്ക് ഒരു വിഷയത്തിൽ നിന്ന് ലഭിക്കണത് ഒന്നെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറും, അല്ലെങ്കിൽ ഈശോനെ ലഭിക്കും. അതാണ്. ഒന്നും ലഭിക്കാതെ ഒരിക്കലും ഇരിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എങ്കിൽ അത് ദൈവഹിതമായി നമ്മൾ സ്വീകരിച്ചാൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈശോനെ തന്നെയാണ്. ഈശോൻ്റെ കൂടെ പങ്ക്, ഈശോ നേടിത്തന്ന പങ്ക് അത് നിത്യജീവനാണ്. അനുദിന ജീവിതം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്കതിൽ നിത്യജീവൻ ഉണ്ടെന്നറിയണം. അതാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാലിക്കുന്നു, അതിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഈശോ പരിസയരോട് പറഞ്ഞത്. ദൈവത്തിലെ ഒരു പ്രാർത്ഥന മിസ്സാകുന്നില്ലെന്നർത്ഥം. ഒരു പ്രാർത്ഥന ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഭൗതികമായിട്ട് ആനുകൂല്യം അതിൽ നിന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ടും അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ ഈശോനെയാണ്, അതിലൂടെ ഈശോ നേടിയ നിത്യജീവനാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ വചനങ്ങളാണ് നമുക്ക് വെളിപാട് പോലെ ലഭിച്ചത്. കേൾക്കാത്ത പ്രാർത്ഥന ദൈവനാമത്തിൽ, യേശുനാമത്തിൽ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് ആ പ്രാർത്ഥന, ഇപ്പോൾ ജോലി, വീട്, വിവാഹം എന്തായാലും അത് നടന്നില്ലെങ്കിലും, നമ്മൾ ആഗ്രഹിക്കണം നടന്നില്ലെങ്കിലും അത് ദൈവാഗ്രഹമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നുള്ള വലിയ സ്വർഗീയ രഹസ്യമാണ് വെളിപ്പെടുത്തപ്പെട്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ആഗ്രഹിക്കണ പോലെ നടക്കാതെ വരുമ്പോൾ എനിക്ക് നിരാശയും നിക്ഷാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോൾ, എൻ്റെ ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ അത് ദൈവനാമത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവാഗ്രഹം നടക്കുകയും അതുവഴി ദൈവഹിതം നിറവേറി എനിക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിലൂടെ എനിക്ക് ലഭിക്കുന്ന നിത്യജീവൻ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും
പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടി, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ഈ നിമിഷം വരെ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ കേൾക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മുടെ ജീവിതാവസ്ഥകൾ, ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വെക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ, നമ്മുടെ രോഗങ്ങൾ. ആദ്യമേ നമ്മൾ ചെയ്യുന്നത്, ഉടമ്പടി ഏറ്റവും വലിയ ദാനമാണ് സമയം. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ടത്. അന്ന് മുതൽ നമ്മൾ സമയത്തെ സമർപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുർഘടങ്ങളും എല്ലാ സന്തോഷങ്ങളും സംഭവിക്കുന്ന സമയത്തിലാണ്. സമയം ആശീർവദിക്കപ്പെടണം. സമയത്തിലാണ് നമുക്ക് നിത്യത, അന്ന് വേണ്ട ആഹാരം ക്രമീകരിക്കപ്പെടുന്നത്. സമയത്തിലാണ് നമുക്ക് നിത്യത ലഭിക്കുന്നത്, അതിനുള്ള ആവശ്യമായ കൃപ ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ സമയങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, രോഗസൗഖ്യത്തിന്റെ സമയത്തെ സമർപ്പിക്കുന്നു. കടങ്ങൾ പരിഹരിക്കുന്ന സമയത്തെ സമർപ്പിക്കുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്തെ ഒരു ജോലി ലഭിക്കുന്നതിന് സഹായിക്കുന്ന സമയത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, ഓപ്പറേഷൻ ഉള്ളവരെ ഓപ്പറേഷൻ സമയത്തെ സമർപ്പിക്കുന്നു. യാത്രയിലുള്ളവരെ യാത്രാ സമയത്തെ സമർപ്പിക്കുന്നു. സ്ഥല രജിസ്ട്രേഷൻ ഉള്ളവരെ രജിസ്ട്രേഷന്റെ സമയത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, കാലാതീതനായ കലാധികാരിയായ കർത്താവേ, അങ്ങയുടെ വലത് കരത്തെ എന്റെ സമയത്തിന്റെ മേൽ അങ്ങ് അധികാരം സ്ഥാപിക്കണമേ. മറ്റാർക്കും ഒരു ദുർഘടത്തിനും അതിന്റെ മേൽ അധികാരം ഉണ്ടാവാതിരിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, സമയ ഘടികാരമായി പ്രത്യക്ഷപ്പെട്ട അമ്മേ, എന്റെ ജീവിതത്തിന്റെ സമയത്തെ അനുകൂലമാക്കി മാറ്റുവാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ത്വക്ക് രോഗികള്, വാതരോഗികള്, പിസർപ്പ് രോഗികള്, സോറിയാസിസ് രോഗികള്, വെരിക്കോസിൻ്റെ അസുഖമുള്ളവർ, ഞരമ്പ് പിടഞ്ഞിരിക്കുന്നവർ,
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപാസനത്തിലെ അനേകം ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തിയതിന് ഇപ്പോഴും നന്ദി പറയുന്നു. കർത്താവേ, ത്വക്ക് രോഗികള്, വാതരോഗികള്, വിശപ്പ് രോഗികള്, വെരിക്കോസിന്റെ അസുഖമുള്ളവരെ കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തം ഉള്ളംകാല് മുതല് ഉച്ചവരെ തളിക്കണമേ. യേശുവേ, മുഴയുള്ളവരെ, ശരീരത്തിലെ ഞരമ്പ് പിടച്ചിരിക്കുന്നവരെ, വ്യത്യസ്തങ്ങളായ മരവിപ്പ് രോഗമുള്ളവരെ യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉറക്കമില്ലാത്തവരുണ്ട്, ശ്വാസം മുട്ടല് കാരണം. അണപ്പലുള്ളവരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്, കിടക്കാൻ പറ്റാത്തവരുണ്ട്, പെട്ടെന്ന് കഫം കയറി നിറയുന്നവരുണ്ട്. അതുപോലെ കോവിഡ് രോഗികളുണ്ട്, ചെസ്റ്റ് കഞ്ചക്ഷനുള്ള, ക്വാറന്റൈനിൽ താമസിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവരെ സ്പർശിക്കും. നിങ്ങൾ കരുതലോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എല്ലാ കോവിഡ് രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ തടസ്സമുള്ളവര്, വൈറസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നവര് കർത്താവേ, വിശുദ്ധ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകണമേ. ശ്വാസകോശ രോഗങ്ങള്, വലിവ് രോഗങ്ങള്, ആസ്മ രോഗങ്ങള്, ഹൃദയ സംബന്ധമായ വാൽവിന്റെ തകരാറ് മൂലം ശ്വാസം കിട്ടാത്തവര് യേശുവിന്റെ നാമത്തില്, ശ്വാസകോശ രോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. മക്കളെ, കടുത്ത തലവേദന ഉള്ളവര് കണ്ണ് തുറന്നാൽ അടക്കാൻ പറ്റാത്ത വിധത്തില് തലവേദന മൂലം കണ്ണിന് കാഴ്ച വരെ മങ്ങുന്നവരുണ്ട്. റെക്കറിങ്ങായിട്ട് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന തലവേദന കിടന്ന് പോകുന്നവരുണ്ട്. മണിക്കൂറുകളോളം തലവേദന വന്നാൽ ദിവസങ്ങളോളം മാറാതിരിക്കുന്നവരുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയാവോ? ഇപ്പോൾ നമ്മൾ ശ്വാസകോശ രോഗങ്ങളെ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ ഒരു വ്യക്തിയെ ഇങ്ങനെ കാണിച്ചു, അവരെ കണ്ണിങ്ങനെ ചിമ്മി, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു വേദനയാണ്. ഓർക്കുക, ഇപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടും. അതുപോലുള്ള ഒരു വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകിയിട്ടാണ് ഇപ്പോഴങ്ങനെ പറയണം. അതുകൊണ്ട് ദയവായിട്ട് കണ്ണിന് വേദനയുള്ളവർ, തലവേദനയുള്ളവർ നെറ്റിയിൽ അച്ഛനെപ്പോലെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തലവേദനയുള്ളവര്, മാറാത്ത വേദനയുള്ളവര്, ഈശോയെ, കണ്ണ് തുറക്കാൻ പറ്റാത്തവര്, കിടന്നു പോകുന്നവര്, 3-4 ദിവസം തലവേദന മാറാതെ നിൽക്കുന്നവര്, യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവത്തെ ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ വണ്ണം
ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയിടും. മകളെ, പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ദിവ്യാൾത്താറയിൽ നിന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥം പോകണം. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി ആരാധനയിൽ പങ്കെടുക്കാൻ. ഈശോ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് ഇപ്പോൾ ഉദരത്തിൽ കൈവെക്കാവുന്നതാണ്. RSS രോഗികൾ, ആൾസർ രോഗികൾ, പിസ്തുര രോഗികൾ, PCOD രോഗികൾ, ഗർഭാശയത്തിൽ അണ്ഡാശയത്തിൽ മുഴയുള്ളവർ എല്ലാവരും അടിവയറ്റ് കൈവെക്കട്ടെ. കരട് രോഗികൾ നെഞ്ചിന് താഴെ കൈവെക്കട്ടെ. ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടത് നെഞ്ചിൽ കൈവെക്കട്ടെ. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ. എവിടെയാണ് നിങ്ങൾക്ക് അസുഖം, ആ വേദനിക്കുന്ന സ്ഥലങ്ങളിൽ യേശുനാമത്തിൽ അമ്മയുടെ മധ്യത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ശ്രദ്ധിക്കട്ടെ. നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന്റെ സ്വതന്ത്രം നിന്ന് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെയും ഓരോ രോഗത്തിൻ്റെ വിവിധങ്ങളായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മാരകരോഗങ്ങൾ സൗഖ്യമാകട്ടെ. അടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. മകളെ, പെട്ടെന്ന് വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. കർത്താവ് സർട്ടിഫിക്കറ്റുകളെ കുറേ കാണിച്ചു തരുന്നു. ആരുമൊക്കെ കുറേ ഒരു ഓൺലൈനിൽ സർട്ടിഫിക്കറ്റ് വരാൻ താമസിക്കുന്ന കാരണം അഡ്മിഷൻ കിട്ടാത്തവരുണ്ടാവും. അഡ്മിഷൻ അയച്ചതാണെന്ന് പറയുന്നത് എവിടെ പോയെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ടാകും. ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർ കയറി ജോലി, നിൻ്റെ സീറ്റും ചിലപ്പോൾ നിൻ്റെ കോളേജിലെ സീറ്റ് എടുത്തുനിന്ന് വരും. അപ്പം അങ്ങനെ വിഷമിക്കുന്നവരുണ്ടാകും. ഇപ്പം നമ്മുടെ രേഖകളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിസ, പാസ്പോർട്ട്, അക്കാമ, മുഴുവൻ സംഭവങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതായത് എഴുതി പ്രൊഡ്യൂസ് ചെയ്യേണ്ട, ഫോറത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എല്ലാം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ, കോടതിയിലെ പേപ്പർ ഉൾപ്പെടെ, ആധാരം പോക്കുവരവ് ചെയ്യാനുള്ളത്, അതുപോലെ ആധാരം കാണാതിരിക്കുന്നവർ, ആധാരം പോക്കുവരവ് കിട്ടാൻ തടസ്സമുള്ളവർ, പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും പേപ്പർ കിട്ടാൻ തടസ്സമുള്ളവർ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും പേപ്പർ കിട്ടാൻ തടസ്സമുള്ളവർ, എംബസിയിൽ നിന്ന്, പാസ്പോർട്ട് ഓഫീസിൽ നിന്ന്, വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ചിലപ്പോഴും അറബികൾ രേഖകൾ പിടിച്ചു വച്ചിരിക്കുന്ന കാരണം പ്രയാസം അനുഭവിക്കുന്നവർ, പലതരത്തിൽ രേഖാമൂലമുള്ള വിഷയങ്ങൾ അതിശക്തമായി കണ്ണുനീരോടെ നിറഞ്ഞ കണ്ണോട് നീ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ രേഖാമൂലം വിഷയങ്ങൾ ഇടപെടാൻ പോകുന്നു. കർത്താവെ, ഇപ്പോഴും ഓർപ്പിച്ചു തന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, ഓരോരോ മക്കള് വ്യത്യസ്തമായ വിഷയങ്ങളുടെ മേലെ കർത്താവ് വയസ്സിൻ്റെ, അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ രേഖകൾ, വസ്തുവിൻ്റെ രേഖകൾ, ജോലി രേഖകൾ, വ്യത്യസ്തമായ ഗവൺമെൻറ് പേപ്പറുകൾ കിട്ടാൻ താമസിക്കുന്നവരെ, കിട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയവർ, കാണാത്ത പോയവർ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും, രേഖകളുടെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി അടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി